ഒരു വിഭാഗം മാത്രം അവഗണിക്കപ്പെടുകയാണ്. കേരളത്തിലെ 95 ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ നൽകുന്നു ഏക വിഭാഗം കേരളത്തിലെ റേഷൻ വ്യാപാരികളാണ്. ഈ ഓണക്കാലത്ത് എല്ലാ വിഭാഗങ്ങൾക്കും ഞാൻ എണ്ണി പറയുന്നില്ല, ആരെയും സർക്കാർ ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ ഒരു വിഭാഗത്തെ മാത്രം സർക്കാർ പറയുന്ന റേഷൻ സാധനങ്ങൾ യഥാസമയം റേഷൻ കടകളിൽ എത്തിച്ചു കൊടുക്കുന്നവർ, സൗജന്യ കിറ്റ് ഉൾപ്പെടെ ഏറ്റവും അടിത്തട്ടിലുള്ളവർക്കുള്ള സൗജന്യ കിറ്റ് ഉൾപ്പെടെ സൗജന്യമായി നൽകിയവർ, സർക്കാർ പ്രഖ്യാപിച്ച സ്പെഷ്യൽ റേഷൻ അത് എല്ലാ വിഭാഗങ്ങൾക്കും അത് യഥാസമയം കാർഡ് ഉടമകൾക്ക് നൽകിയവർക്ക് റേഷൻ വ്യാപാരി. എന്തിനേറെ പറയുന്നു, കോവിഡ് കാലത്ത് ജീവൻ ത്യജിച്ചവരാണ് ഞങ്ങൾ. എല്ലാ വിഭാഗവും അടഞ്ഞു കിടന്നപ്പോൾ തുറന്ന് പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ. ആ ഞങ്ങളെയാണ് അവഗണിക്കപ്പെടുന്നത്. 14,000-ഓളം വരുന്ന റേഷൻ വ്യാപാരികളും അത്തരത്തോളം വരുന്ന തൊഴിലാളികളും ഇവരെയാണ് സർക്കാർ അവഗണിച്ചത്. 8 വർഷം മുമ്പ് ഞങ്ങൾ ഒരു കമ്മീഷൻ പ്രഖ്യാപിച്ചു. അതിന് ശേഷം ഇതുവരെ അത് പുതുക്കിയിട്ടില്ല. 2018 ഇപ്പം ഒരു കമ്മീഷൻ വെച്ചു. ആ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിച്ചു. പക്ഷേ ആ റിപ്പോർട്ട് ഇന്ന് വരെ വെളിച്ചം കണ്ടിട്ടില്ല. ഒക്കെ ധനവകുപ്പിൻ്റെ കയ്യിലാണ് എന്ന് ഞങ്ങൾ അറിയപ്പെടുന്നത്. ബഹുമാനപ്പെട്ട ധനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ വിഭാഗത്തെ പാടെ അവഗണിക്കരുത്. സർക്കാരിൻ്റെ ഭാഗമായി എല്ലാ കാലത്തും സർക്കാരിനൊപ്പം നിന്ന് കിറ്റ് കൊടുത്തവർ, എല്ലാം ത്യജിച്ചവർ, 65 ജീവൻ വരെ സർക്കാരിന് വേണ്ടി സമർപ്പിച്ചവർ, അത് ഈ റേഷൻ വ്യാപാരികളാണ്. ഈ റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പുതുക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളെയും ഇനിയും സമയമുണ്ട് സർക്കാരിന് പ്രഖ്യാപിക്കാൻ ഒരു ഉത്സവകാലത്തുള്ള ഒരു ഓണോറിയമോ ഉത്സവ ഭത്തയോ അതല്ല ബോണസോ എന്തായാലും ശരി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെയും കൂടി പരിഗണിക്കണം. സർക്കാർ എല്ലാ വിഭാഗത്തെയും പരിഗണിച്ച സ്ഥിതിക്ക് ഞങ്ങളെ ക്ഷേമനിധിയില്ല, ഒരാനുകൂല്യങ്ങളും ഇല്ലാത്തവരാണ് ഞങ്ങൾ. ഭീമമായ പണം മുടക്കിയിട്ടാണ് മണ്ണെണ്ണയും സ്പെഷ്യൽ അരിയും ആട്ടയും ഒക്കെ ഞങ്ങൾ എടുക്കുന്നത്. ഭീമമായ മുടക്കുമുതലുണ്ട്. കടവാടയും സെയിൽസ്മാൻ്റെ ശമ്പളവും എല്ലാം നൽകിയാൽ ഒന്നും ഞങ്ങൾക്ക് ബാക്കിയില്ലാത്തൊരു വിഭാഗം റേഷൻ വ്യാപാരികളാണ്. ഇത് പറയാതിരിക്കാൻ നിവൃത്തില്ല. അതുകൊണ്ട് റേഷൻ വ്യാപാരികൾക്ക് അതിൻ്റെ മാന്യമായ വേതനം നൽകുന്നതോടൊപ്പം ഉത്സവകാലങ്ങളിൽ എല്ലാ വിഭാഗത്തിനും അനുവദിക്കുന്ന ഉത്സവ കാലാലവൻസ് റേഷൻ വ്യാപാരികൾക്കും നൽകാനുള്ള സന്മനസ് സർക്കാരുണ്ടാകണം. ഞങ്ങളുടെ ഈ പ്രതിഷേധം, ഒന്നും നൽകാത്തതിനുള്ള പ്രതിഷേധവും ഞാൻ ഈ സമയത്ത് സർക്കാരിനെ അറിയിക്കുകയാണ്. ഇന്ന് ഓണത്തിൻ്റെ തലേന്നാണ്, നാളെ ഓണമാണ്. അതുകൊണ്ടാണ് ഈ പ്രതിഷേധം സർക്കാരിനെ അറിയിക്കുന്നത്.